വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പീരുമേട് ഏലപ്പാറ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതിൽ സംഘർഷം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കേരളത്തിലെ കുത്തഴിഞ്ഞ ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പീരുമേട് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പീരുമേട് ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ താലൂക്ക് ആശുപത്രിക്ക് സമീപം പോലീസ് തടഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന ഡി ബിന്ദു മരണപ്പെടാൻ ഇടയാക്കിയതും മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും എത്തുന്ന രോഗികൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുവാൻ കഴിയാത്തതും ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്നും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് ഉപയോഗിക്കാതെ പോലീസ് വഴിയിൽ നിരന്നത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തവണയെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും വിളിക്കുന്നത് ആരെങ്കിലും പാവങ്ങൾ വരും, നമ്മൾ വിളിക്കാൻ നിർബന്ധിതരാണ്, നമ്മൾ വിളിക്കും. ഡോക്ടർ ജയകുമാർ നമ്മുടെ സൂപ്രണ്ട്, നമ്മുടെ സുഹൃത്താണ്, നമ്മൾ വിളിക്കും. മിക്കവാറും വിളിക്കുമ്പോഴൊക്കെ നമ്മളോട് സ്നേഹപൂർവ്വം പറയുന്നൊരു കാര്യം, സാമ്പത്തിക ശേഷിയുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ ആ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഓപ്പറേഷൻ നടത്തി കൊടുക്കാം. വളരെ സ്നേഹപൂർവ്വം നമ്മളോട് പറയും, അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ അത് സംവിധാനം ചെയ്ത് കൊടുക്കാം. ഉടനെ മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ, ജോർജ് ജോസഫ് പടവൻ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, PK ചന്ദ്രശേഖരൻ, ഷാജി പൈനാടത്ത്, അബ്ദുൾ റഷീദ്, R ഗണേശൻ, അരുൺ പൊടിപാറ, ഷാഗുൽ ഹമീദ, PR അയ്യപ്പൻ, രാജു കുടമാളൂർ, ജോർജ് കുറുപ്പുംപുറം എന്നിവർ പ്രസംഗിക്കുകയും ചെയ്തു. നിരവധിയായ പ്രവർത്തകരാണ് പ്രതിഷേധ ധർണയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.